അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഷോർട്സ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ യൂട്യൂബ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിയിൽ പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയിട്ട് ഇവിടെ ഷോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ ഏതാണെന്ന് വെച്ചാൽ അതെടുക്കാം. അതെടുത്തിട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കാം. പിന്നെ അതിൻ്റെ അടിയിൽ തന്നെ ഡൺ എന്നൊരു ഓപ്ഷനും കൂടി ഉണ്ട്, അതും കൂടെ കൊടുക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകളിൽ ആഡ് സൗണ്ട് ഉണ്ട്, അവിടെ നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് ഏതാണോ അത് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനവിടെ മ്യൂസിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മ്യൂസിക്കിൻ്റെ വേറൊരു പോർഷനാണ് വേണ്ടതെങ്കിൽ ആ മ്യൂസിക്കിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിയിലൊരു ഡ്രാഗ് ഓപ്ഷൻ ഉണ്ട്. ഇതിങ്ങനെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പോർഷൻ എടുക്കാൻ പറ്റും. അതിന് ശേഷം റൺ കൊടുത്താൽ മതി. ഇനി നമുക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ പല ഫോണ്ട് ഉണ്ട്, അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇഷ്ടമുള്ള ഫോണ്ട് എടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്തിട്ട് അവിടെ മുകളിൽ തന്നെ ഡൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ മതി. പിന്നെ ആ ടെക്സ്റ്റ് വേണ്ടെങ്കിൽ അടിയിൽ തന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിലീറ്റും ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിൽറ്റേഴ്സാണ്. അപ്പം ഇനി ഫിൽറ്റേഴ്സൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഫിൽറ്റേഴ്സും ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അവിടെ തന്നെ നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് സ്റ്റിക്കേഴ്സാണ്. അവിടെ ആഡിയോസ്, പോള്, ക്വിസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പറ്റും. ഇനി അവിടെ ഉള്ള ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വോയിസ് ഓവർ കൊടുക്കാനാണ്. ഞാൻ കൂടുതലും ഇൻഷോട്ടിലൊക്കെയാണ് വോയിസ് ഓവർ കൊടുക്കാറ്. നമുക്കിപ്പോൾ യൂട്യൂബിലും വോയിസ് ഓവർ കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലുള്ള ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ വോയിസ് ഓവറും പിന്നെ മ്യൂസിക്കും കൂടെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇവിടെ ഇനി ഇത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, പെൻസിൽ പോലത്തെ, അവിടെ നമുക്ക് തമ്പനയിൽ കൊടുക്കാൻ പറ്റും. അവിടെയാണ് തമ്പനയിൽ നമ്മൾ കൊടുക്കണത്. അത് എന്ത് ചെയ്യുക, ആ ഒരു സാധനം ഇങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തമ്പനയിൽ ഏതാണോ അത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തമ്പനയിലായാലും ഫിൽറ്റേഴ്സ് കൊടുക്കാനും അതേപോലെ തന്നെ അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് പറ്റും. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുകളിൽ ഒരു ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. എന്തെന്നാണോ നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടത്, ക്യാപ്ഷൻ, അത് കൊടുക്കാം. ഞാനിപ്പോഴും ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുമെന്നുള്ളൊരു ക്യാപ്ഷനാണ് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു ക്യാപ്ഷനാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ടൈറ്റിലിൻ്റെ കൂടെ തന്നെ ഞാൻ ഹാഷ് ടാഗും കൊടുക്കുന്നുണ്ട്. ഞാനെപ്പോഴും 3 ഹാഷ് ടാഗ് ടൈറ്റിലിൻ്റെ അവിടെ കൊടുക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തേക്കുന്ന ഹാഷ് ടാഗ് ഏതാണോ അത് ടൈറ്റിലിൻ്റെ അവിടെ ഒരു 3 എണ്ണമായിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ വിസിബിലിറ്റി അൺലിസ്റ്റഡ് ആക്കി കൊടുക്കുക. പിന്നെ ലൊക്കേഷൻ അങ്ങനെ ഞാൻ കൊടുക്കാറില്ല, വേണമെങ്കിൽ കൊടുക്കാം നിങ്ങൾക്ക്. പിന്നെ സെലക്ട് ഓഡിയൻസ്, നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് കൊടുക്കുക. പിന്നെ ഏജ് റെസ്ട്രിക്ഷൻസും രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ട്, അതാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിലേറ്റഡ് വീഡിയോൻ്റെ അവിടെ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തേക്കണ ഏത് വീഡിയോ ആണോ അതേതെങ്കിലുമൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റിലേറ്റഡ് വീഡിയോ കൊടുത്തതും ആൾക്കാരെടുത്ത് കാണാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൊടുക്കുക. പിന്നെ അലോ വീഡിയോ ആൻഡ് ഓഡിയോ റീമിക്സിങ് ഉണ്ട്, അവിടെ എന്തെന്നാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയും ഓഡിയോയും ആരെങ്കിലും റീമിക്സ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ കൊടുക്കുക, ഓഡിയോ മാത്രം റീമിക്സ് ചെയ്യണമെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ കൊടുക്കുക. പിന്നെ പെയ്ഡ് പ്രൊമോഷൻ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ ഇൻവൈറ്റ് കൊളാബറേറ്റർ അതൊന്നും ഞാൻ കൊടുക്കാറില്ല. പിന്നെ ഓൾട്ടേർഡ് കണ്ടൻറ്റ് അവിടെ 3 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, അതിലേതെങ്കിലുമൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ കമൻറ്റ് ബോക്സൊക്കെ ഓണാക്കി ഇടുക, അത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അങ്ങനെ എൻ്റെ വീഡിയോ അപ്ലോഡ് ആവണം. ഞാൻ ഓൾറെഡി ഇട്ട വീഡിയോ തന്നെയാണ് ഇത്, അതുകൊണ്ട് ഞാനിത് ഡിലീറ്റ് ആക്കി കളയും. ഇപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞതിന് ശേഷം യൂട്യൂബ് സ്റ്റുഡിയോയിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കാം. അതിൽ കണ്ടൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഒരു ഓപ്ഷൻ എടുക്കാം. എന്നിട്ട് വീഡിയോ എടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരു എഡിറ്റ് ഓപ്ഷൻ ഉണ്ട്, ഒരു പെൻസിൽ പോലത്തെ, അതെടുക്കാം. ഇനി അതെടുത്തതിന് ശേഷം അവിടെ നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആഡ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അവിടെ കുറച്ച് ഹാഷ് ടാഗൊക്കെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചുകൂടെ എല്ലാവരും യൂസ് ചെയ്തേക്കണ ഹാഷ് ടാഗുകളൊക്കെ കൊടുക്കാം. കോമൺ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, ട്രെൻഡിങ് ഷോർട്സ്, ഷോർട്സ് ഫീഡ്, ഫോർ യു പേജ്, എക്സ്പ്ലോർ പേജ്, അങ്ങനെ കുറച്ച് ഹാഷ് ടാഗുകളൊക്കെ ഉണ്ട്, അതൊക്കെ കൊടുക്കുക. പിന്നെ നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്ത ഹാഷ് ടാഗുകളും കൊടുക്കുക. ഹാഷ് ടാഗ് കൊടുത്തതിന് ശേഷം അത് ബാക്ക് ആക്കിയിട്ട് ഇനി കൊടുക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ ഉണ്ട്, ടാഗ്സ്, ഷോർട്സ്, റീമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ അടുത്തത് കൊടുക്കാനുള്ളത്. ആ ഒരു ഓപ്ഷൻ എടുക്കുക. അവിടെ മുകളിൽ തന്നെ ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോ എന്തടിച്ച് കൊടുക്കുമ്പോഴാണ് ആൾക്കാരിലോട്ട് എത്തേണ്ടത്,
അതായത് നമ്മൾ ഓരോന്ന് സെർച്ചൊക്കെ ചെയ്യുമല്ലോ യൂട്യൂബിൽ. അപ്പോൾ എന്ത് സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വീഡിയോ വരണ്ടേന്നുള്ളതാണ്. അപ്പോൾ അവിടെ കുറച്ച് ടാഗ്സൊക്കെ കൊടുക്കുക നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഞാൻ ഈ നെയിം ആർട്ടിങ് വീഡിയോ ആണ് ചെയ്തത്, അതുകൊണ്ട് നെയിം ആർട്ട് വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കോമൺ ആയിട്ട് യൂട്യൂബ് ഷോർട്സ്, ട്രെൻഡിങ് ഷോർട്സ് അങ്ങനത്തെയൊക്കെ കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ടാഗ്സൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി കൊടുക്കേണ്ട ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കണ കാറ്റഗറിയാണ്. ആ കാറ്റഗറിയിൽ ഞാൻ എൻ്റർടൈൻമെൻറ്റാണ് കൊടുത്തേക്കണത്. അവിടെ കിടന്നിരുന്നേച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് ആണ് കിടന്നിരുന്നേച്ചത്. അത് ഞാൻ എൻ്റർടൈൻമെൻ്റ് ആക്കിയാണ് കൊടുത്തേക്കണം. അപ്പോൾ നിങ്ങളുടെ വീഡിയോ റിലേറ്റഡ് ആയിട്ട് എന്തെന്നാ ഉള്ളത് അതങ്ങോട്ട് കൊടുക്കുക. ഇനി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷനല്ല ടിക്ക് ഒന്ന് ക്യാൻസൽ ചെയ്ത് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ആർക്കെങ്കിലും വാട്സപ്പിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വാട്സപ്പിൽ വെച്ച് തന്നെ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വ്യൂസ് കിട്ടില്ല. അപ്പോൾ ആ ടിക്ക് ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വെച്ച് കണ്ടാലും വ്യൂസ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ടിക്ക് ക്യാൻസൽ ചെയ്യാൻ പറയണത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാനായിട്ട്. പിന്നെ എന്തെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി അൺലിസ്റ്റഡ് ആയിട്ടാണ് വീഡിയോ ഇട്ടിരുന്നേച്ചത്. അപ്പോൾ അതൊന്ന് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ പബ്ലിക് ആക്കണമെങ്കിൽ പബ്ലിക് ആക്കുക, അല്ലെങ്കിൽ അവിടെ അൺലിസ്റ്റഡിൻ്റെ ഒക്കെ അടിയിൽ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അവിടെ എന്തെന്നാ ഡേറ്റ് കൊടുക്കുക, എപ്പോഴാണ് ഏത് ദിവസവും നമുക്ക് വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത് ആ ഡേറ്റ്, അതേപോലെ തന്നെ ആ ഒരു ടൈമും എല്ലാം സെറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ എപ്പോഴാണോ ടൈം സെറ്റ് ചെയ്ത ആ ടൈമും ഡേറ്റൊക്കെ വന്ന് കിടപ്പുണ്ട്, അത് ഇനി സേവ് ചെയ്യുക. ഇനി നമ്മൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മളിത് അവിടെ ആ ഒരു വീഡിയോ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ടൈം സെറ്റ് ചെയ്തേക്കണം ആ ഒരു ടൈമിൽ അത് പബ്ലിഷ് ആയിക്കോളും. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു.